അന്ന സെബാസ്റ്റ്യൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അന്ന ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ഇന്നും അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നീ നമ്മുടെ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റണമെന്ന ദൗത്യം പുതിയൊരാളെ ഏറ്റെടുത്തിട്ടുമുണ്ടായിരിക്കും. നഷ്ടം അന്നയുടെ വീട്ടുകാർക്കാണ്. അവിടെ ഒരു പുതിയ നിയമനം നടത്താൻ അവർക്ക് പറ്റത്തില്ലല്ലോ. ഈ ടോക്സിക് വർക്ക് കൾച്ചറും ഓവർ വർക്ക് പ്രഷറും ഒക്കെ IT ഫീൽഡിൽ മാത്രമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ തൊഴിൽ മേഖലകളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെന്നും അതെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ കാരണം ഉണ്ടാവുന്നതാണെന്നും ആണ് എൻ്റെ ഒരു ചിന്താഗതി. ഞാൻ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു കുറേ പ്രഷറും കാര്യങ്ങളും ഒക്കെ. ആ സമയത്ത് സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ജോബ് കിട്ടിയണമെന്നൊരു തോന്നൽ വരുമ്പോഴും എൻ്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടുകാരെന്തോ പറയും, നാട്ടുകാരെന്തോ പറയും, അല്ലെങ്കിൽ ഇനി എനിക്കൊരു ജോലി കിട്ടുമോ, ഇതുപോലത്തെ കുറേ അൺവാണ്ടഡ് ഇൻസെക്യൂരിറ്റീസ് ആൻഡ് തോട്ട്സ് ആയിരുന്നു എനിക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ജോലി കയറി ഒരു 5 വർഷമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം അതുപോലത്തെ വർക്ക് പ്രഷറൊന്നും എനിക്കില്ല. ഇനി അഥവാ ഉണ്ടായാൽ എനിക്കത് മാനേജ് ചെയ്യാനും പറ്റും. പക്ഷേ എൻ്റെ അതേ എക്സ്പീരിയൻസ് ഉള്ള ഒരു സുഹൃത്ത് 2-2.5 മാസം മുമ്പ് അമിതമായ വർക്ക് പ്രഷർ കാരണം ഒരു കൺസൾട്ടൻസിയിൽ നിന്നും റിസൈൻ ചെയ്തു. അവള് കൈൻഡ് ഓഫ് ഒരു ഡിപ്രഷനിലോട്ട് തന്നെ പോയി. അവക്കിപ്പോ വേറെ ജോലി കിട്ടി. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേനും ഒളിച്ചോടണം എന്നല്ല. നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം ചെയ്ത് തീർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ, നമുക്ക് ആ ജോലിയിൽ നിന്നും ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലേ? ഈ കാര്യങ്ങളിലെല്ലാം ആദ്യം നമ്മൾ വ്യക്തമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിലൊരു മെച്ചം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മാറ്റം അനിവാര്യം തന്നെയാണ്. അന്നയുടെ അമ്മ ആ ലെറ്ററിൽ പറഞ്ഞ പോലെ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരാൾക്കും ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് ജോലി. ജോലി ചെയ്യാൻ മാത്രമല്ല ജീവിതം. താങ്ക്സ് ഫോർ വാച്ചിങ്.